മഴയും കാറ്റും കൊടുങ്കാറ്റും മാത്രമല്ല, പല പ്രതിസന്ധികളും പ്രയാസങ്ങളും അവൻ നമുക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും കനത്ത തുള്ളികളായി പെയ്ത് നമ്മളൊക്കെ നനഞ്ഞു പോകുന്നു. ആ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളുമൊക്കെയാണ് എന്നെ ചിന്തിച്ചിപ്പിച്ചത്. സത്യത്തിൽ എന്റെ വീട്ടിൽ കുടയുണ്ട്, നിങ്ങളുടെയൊക്കെ വീട്ടിലും കുടയുണ്ട്. മഴ നനയാതെ പോകാനും വരാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മൾ കുട എടുത്തില്ല എന്നതാണ്, അല്ലെങ്കിൽ മഴക്കോട്ട് എടുത്തില്ല എന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. എല്ലാ പ്രതിസന്ധികളെയും വളരെ കൂളായി നേരിടാനുള്ള ആന്തരിക ബലം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം, ആ ആന്തരിക ബലം നമ്മൾ പള്ളിയിലോ മദ്രസയിലോ മുസ്ഹഫിലോ ഒക്കെ വെച്ചു പോവുകയാണ്. ആവശ്യമുള്ളപ്പോ നമുക്കത് കിട്ടാതെ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ മറന്നു പോവുകയാണ്. കുടയെടുക്കാതെ മഴ നനഞ്ഞോടിയ എന്നെപ്പോലെ തന്നെയായിരിക്കും എല്ലാ മനുഷ്യരും. ആത്മവിശ്വാസം, ആന്തരിക ശക്തി, അതാണ് ഈമാൻ. അത് നമ്മൾ എവിടെയോ വെച്ചു പോവുകയാണ്. ആവശ്യമുള്ളപ്പോ അതൊന്ന് തുറക്കാൻ താക്കോല് തയ്യുമ്പോ അപ്പോഴേക്കും മഴ നനഞ്ഞിരിക്കും. വന്നുപോയ പരീക്ഷണങ്ങളിലോ വിപത്തിലോ നാം വീണുപോയിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും നമ്മുടെ ഈമാനിനെ കൂടെ കൊണ്ടു നടക്കണം. ഈമാനാണ് വിപത്തുകളെ, പ്രതിസന്ധികളെ, പരീക്ഷണങ്ങളെ നേരിടാനുള്ള ആയുധം. നമ്മുടെ ആയുധം അതാണ്. അത് നമ്മുടെ അരയിൽ തന്നെ കരുതണം, നമ്മുടെ കൂടെ തന്നെ കരുതണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റഹ്മാനാണ് നമ്മുടെ റബ്ബ്, റഹീമാണ് നമ്മുടെ റബ്ബ്, പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്, വദൂദാണ്, വല്ലാതെ നമ്മെ സ്നേഹിക്കുന്നവനാണ്. ആ റബ്ബ് ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതിസന്ധിയും നമുക്ക് തരികയില്ല. പണ്ട് വയലിലൊക്കെ നിലം ഉഴുതാൻ കാളകളുണ്ടായിരുന്നു, മൂരികളും കാളകളും ഒക്കെ. അവയുടെ കഴുത്തിൽ വെക്കുന്ന ഒരു സാധനമുണ്ട്. പുതിയ തലമുറക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നുഖമെന്ന് പറയും. ആ നുഖം കർഷകൻ ഉണ്ടാക്കിക്കുക തന്റെ കാളയുടെ കഴുത്ത് അളന്നു നോക്കിയിട്ടാ. എന്നിട്ട് ആ നുഖം ഉണ്ടാക്കിയ ശേഷം ആ നുഖം കാളയുടെ കഴുത്തിൽ വെക്കുക, ഒന്ന് സൗമ്യമായി ആ കഴുത്തൊന്ന് തഴുകി വളരെ സ്നേഹത്തോടു കൂടിയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് അള്ളാഹുവും ചെയ്യുന്നത്. നമ്മുടെ റബ്ബും ഇങ്ങനെ തന്നെയൊക്കെയാണ് ചെയ്യുന്നത്. അളവെടുത്തിട്ട് തന്നെയാണ് അള്ളാഹു നമുക്ക് മുഖം പണിതത്. താങ്ങാനാവുന്ന കരുത്ത്, താങ്ങാനാവുന്നതേ അള്ളാഹു നമുക്ക് തരുന്നുള്ളൂ.
അതുകൊണ്ടാണല്ലോ എത്ര പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ നാം തുഴഞ്ഞ് ഇതുവരെ എത്തിയില്ലേ? അതുകൊണ്ടല്ലേ. ചിലപ്പോഴൊക്കെ നമ്മളത് മറന്നുപോകും, അല്ലെങ്കിൽ എന്തിലൊക്കെയോ പെട്ട് നമ്മിൽ നിന്ന് ആ ഒരു വിചാരം മറഞ്ഞുപോകും. നമുക്കറിയാം, നമ്മുടെ ജീവിതം നിറയെ അനിശ്ചിതത്വമുള്ള ഒരു ജീവിതമാണ്. നടുറോഡിൽ പെട്ടതുപോലെയുള്ള ഒരു അനിശ്ചിതത്വം. എന്താണ് നാളെ എന്നെനിക്കോ നിങ്ങൾക്കോ അറിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, ഏറ്റവും സുരക്ഷിതമായ ഗർഭപാത്രത്തിൽ നിന്ന് ഒട്ടും ഇല്ലാത്ത ഭൂമിയിലേക്ക് വന്നവരാണ് നാം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആരെയും കാത്തിരിക്കരുത്. നമുക്കൊറ്റക്ക് പൊരുതാനുള്ള കരുത്തിന് അഥവാ ഈമാനിന് നമ്മൾ പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി ആരും കാത്തിരിക്കരുത്. അതൊക്കെ കഥകളാ. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നാൽ ജീവിതം സ്തംഭിച്ചു പോകും. സത്യത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയല്ലേ ശരിയായ അത്ഭുതം? ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അതല്ലേ മഹാ അത്ഭുതം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, മുസ്ലിം ഉമ്മത്ത് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, അത് വ്യക്തിപരമാകട്ടെ സമൂഹത്തിലാകട്ടെ, നമ്മൾ തളരാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. അല്ലാഹു സങ്കടപ്പെടരുത് എന്ന് 2 ഭാഷയിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് നഹിയിന്റെ രൂപത്തിലാണ്, തടഞ്ഞുകൊണ്ടാണ്. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. അത് നഹിയാണ്, തടഞ്ഞു. നിങ്ങൾ തളരരുത്. വല്ലാത്തൊരു വാക്കാണ് തഹിനു, തളരരുത് നിങ്ങൾ. വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടുകയും അരുത്. കാരണം വഅൻതുമുൽ അലൗൻ, നിങ്ങൾ തളരേണ്ടവരാണോ? അല്ലല്ലോ. നിങ്ങൾ സങ്കടപ്പെടേണ്ടവരാണോ? അല്ലല്ലോ. നിങ്ങൾ ഇബാദുല്ലാഹ് അല്ലേ? ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകൾ. അബീദുള്ളയല്ല, ഇബാദുല്ലാഹ്. പക്ഷേ അല്ലാഹു ഒരു കണ്ടീഷൻ വെച്ചു, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തളരുകയില്ല, നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. രണ്ടാമത്തേത് ഖുർആൻ പറഞ്ഞത്, അത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന ഭാഷയിലാണ്, അഥവാ നഫി എന്ന് പറയും അറബി ഭാഷ. നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമേ ഇല്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയേ ഇല്ല. ഇതാണ് ഖുർആനിന്റെ പ്രയോഗം, അല്ലാഹുവിന്റെ പ്രയോഗം ഇതാണ്. 2 വാക്കുകൾ അറബി ഭാഷയിൽ ദുഃഖത്തിന് വേണ്ടി പറയാറുണ്ട്. ഒന്ന് ഹുസ്നാണ്. ഹ എന്ന അക്ഷരത്തിന് ദമ്മ് കൊടുത്ത് ഹുസ്ൻ എന്ന് പറയും. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് ഹസനാണ്. ഹ എന്ന വാക്കിന് ഫത്തഹ് കൊടുത്തിട്ടുണ്ട്. ഹ, രണ്ടും ഒന്നിൽ നിന്ന് തന്നെയാണ്, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹുസ്നാണെങ്കിൽ അതൊരൽപ്പം കടുപ്പമുള്ളതാണ്. സാധാരണ ജീവിതക്രമത്തിൽ, മനുഷ്യന് അല്ലാഹു നൽകിയ ജീവിതക്രമത്തിൽ സന്തോഷമുണ്ട്, സന്താപമുണ്ട്, ഇരുട്ടും വെളിച്ചവും ഉള്ളതുപോലെ.
അത് സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണത്. അത് ഏറ്റവും കടുപ്പമാകുമ്പോൾ ഹുസ്നാണ്. അതുകൊണ്ടാണ് യാഖൂബ് അലൈഹിസ്സലാമിന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. 2 മക്കൾ നഷ്ടപ്പെട്ടു. ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പോ വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ, ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്, അല്ലാഹു പ്രയോഗിച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും വെള്ള വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. മിനൽ ഹുസ്ൻ, ഹസനല്ല ഹുസ്ന, സഹിക്കാനാവാത്ത സങ്കടം കാരണമായി. മനുഷ്യപ്രകൃതമാണത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. ഹുസ്ൻ, സഹിക്കാനാവാത്ത സങ്കടം. യാഖൂബ് നബിക്ക് വന്നതുപോലെയുള്ള സങ്കടം വരാം. മനുഷ്യപ്രകൃതമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സങ്കടം, ദുഃഖം. രണ്ടാമത്തേത് ഹസനാണ്. അത് അള്ളാഹു പ്രയോഗിച്ച സ്ഥലം വളരെ മനോഹരമാണ്. അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് പറയും, വഖാലൂ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. സ്വർഗത്തിൽ ഹുസ്നില്ല. അൽഹംദുലില്ലാഹില്ലദീ, സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഹുസ്ൻ ഓർക്കുക പോലുമില്ല. അതാണ് എന്റെ ജീവിതത്തെ വല്ലാതെ കുട്ടിച്ചോറാക്കിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ സ്വർഗത്തിലെത്തിയോടുകൂടിയ പോയി. അവിടെ വെച്ച് ഓർക്കുന്നത് എന്താ? ഹസന. അത് ചെറിയ സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആ സങ്കടം കൊണ്ട് ഞാൻ ഒരിക്കലും വീർപ്പ് മുട്ടിയിട്ടില്ല, എനിക്കൊരു പ്രതിസന്ധിയുമായിട്ടില്ല. അതാണ് ഹസൻ. ഞാനിത് രണ്ടും വേർതിരിച്ചു പറഞ്ഞത് ഇനി നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് വല്ലാതെ പതറുകയാണ്, വല്ലാതെ ദുഃഖിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി നമുക്കൊക്കെ ഒരുപാട് പതർച്ചകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും രഹസ്യമായി വെച്ചതാ, ഉള്ളിൽ വെച്ചതാ. ആരും ആരോടും ഷെയർ ചെയ്യാറില്ല. പലപ്പോഴും സ്വന്തം കുടുംബത്തോട് പോലും ഷെയർ ചെയ്യാറില്ല. സാമൂഹികമായി നമുക്കൊരുപാട് പതർച്ചകളുണ്ട്. ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേർക്ക് പല്ലളിക്കുന്ന സമൂഹം. തട്ടത്തിന്റെ പേരിൽ, ഹിജാബിന്റെ പേരിൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര നീചമായ ചർച്ചകളാണ് നടക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ. ഇത്തരത്തിലുള്ള ചർച്ചകളും സംസാരങ്ങളും ഒക്കെ ശൈത്താനിൽ നിന്ന് വരുന്നതാണ്. എന്തിനാണ് ഈ ചർച്ച? എന്തിനാണ് ഇവിടെയുള്ള കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം പെൺകുട്ടികളെ കുറിച്ച് മാത്രം ഒരു ചർച്ച? നമ്മൾ അറിയണ്ടേ അത്? അതൊരു ഏതെങ്കിലും ചാനലുകളിലെ അന്തിച്ചർച്ചകളിൽ കേട്ടുനിൽക്കാനുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്കെന്തോ സംഭവിച്ചില്ലേ അത് കേട്ടപ്പോ? അള്ളാഹു പറഞ്ഞത് അതാണ്, ലിയഹ്സുനല്ലദീന ആമനൂ. ഈമാനുള്ളവരെ പോലും ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചർച്ച. നമ്മൾ ദുഃഖിക്കാൻ പാടുണ്ടോ? അള്ളാഹു തുടർന്ന് പറയുന്നത്, വലൈസ ബിദാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഈ ഒച്ചപ്പാടുകൾക്കൊന്നും, ഈ ചർച്ച ചെയ്യുന്നവർക്കൊന്നും, ഈ കുരച്ചു ചാടുന്നവർക്കൊന്നും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരു ഉപദ്രവവും ഈ ഉമ്മത്തിനോ, മുസ്ലിം ഉമ്മത്തിനോ, സമൂഹത്തിനോ വരുത്താൻ പറ്റില്ല, സാധ്യമല്ല. ഇതൊരു ഒച്ച മാത്രം. വേറെ അതിനേക്കാൾ വലിയ ഒച്ച വരുമ്പോ ഈ ഒച്ച എല്ലാവരും മറന്നു. പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ? ഇതൊരു ഒച്ചയായി പോകാൻ, ഇത് നമ്മുടെ സ്വത്വത്തെ ഒരിക്കലും ബാധിക്കാതിരിക്കാൻ, ഇതിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് തളരാതിരിക്കാൻ എന്ത് ചെയ്യണം? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ.
അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. വഅലല്ലാഹി ഫല്യതവക്കൽ, അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യണം. മുഅ്മിനൂകൾ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ അങ്ങനെ ചെയ്യും. നമ്മൾ ഏതെങ്കിലും പാർട്ടിക്കാരുടെ ഏതെങ്കിലും കോലുകളുടെ തലക്ക് ചുറ്റിയ ശീലയുണ്ടല്ലോ, ഏത് കളറായാലും ആ ശീലയിലാകരുത് നമ്മുടെ തവക്കുൽ. ഇപ്പൊ നമ്മുടെയൊക്കെ തവക്കുൽ ആ ശീലയില. ഓ, ആ നേതാവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സമാധാനമായി, മറ്റേ നേതാവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സമാധാനം. നോ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് അള്ളാഹുവിന്റേതാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, നമ്മൾ സന്തോഷിക്കേണ്ടവരാണ്. എല്ലാ ബഹളവും നമ്മളെ സന്തോഷിപ്പിക്കണം. അതാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിന്റെ ആളുകളാണ്. അള്ളാഹുവിനെ കുറിച്ചുണ്ടാകേണ്ടത് നമുക്ക് സൽവിചാരമാണ്, ദുഷ്വിചാരമല്ല. അള്ളാഹുവിന്റെ പക്കലുള്ളതിനെ കുറിച്ചുള്ള ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്, നിരാശയല്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സന്തോഷം വരും, സംതൃപ്തി വരും, സമാധാനം വരും. എല്ലാ അവസരത്തിലും അത് വരും. ആരൊഴിഞ്ഞാലും ആര് കൂടെ നിന്നാലും ഒക്കെ അത് വരും. ദുനിയാവ് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് വായിച്ചില്ലേ? സൂറത്തുൽ കഹ്ഫിൽ ദുനിയാവിനെ കുറിച്ച് പറയുന്നത് വദ്രിബ് ലഹും മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയാണ്. എന്താ വെള്ളത്തിന്റെ പ്രത്യേകത? അത് ഏത് പാത്രത്തിലേക്കാണോ ഒഴിച്ചത് അതായിരിക്കും അതിന്റെ ഷേപ്പ്. അതിന് സ്വന്തമായി ഒരസ്തിത്വമില്ല, ഒരു ഷേപ്പില്ല. അതാണ് ദുനിയാവിലെ ജീവിതം. അത്രയേ ഉള്ളൂ, അതിലപ്പുറമില്ല. അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ, നമുക്കുണ്ടാകേണ്ട സന്തോഷത്തെ ഈ ഒച്ചപ്പാടുകളെ കൊണ്ട് നാം നശിപ്പിച്ചു കളയരുത്. നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ ഈ ഒച്ചപ്പാടുകളുടെ പിറകെ പോയി സമയം കളയാനാവരുത്, ഒരിക്കലും ആകരുത്. നമ്മൾ ഓർക്കണം, നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ നാളത്തേതിനെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ജീവിതത്തെ നാം നശിപ്പിച്ചു കളയരുത്. ഇതൊന്നും നമുക്ക് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, അല്ലാഹു തആല നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കാത്ത പലതും തന്നിട്ടില്ലേ? ആലോചിച്ച് നോക്കൂ. നമുക്ക് ഉറപ്പുണ്ടാകണം സഹോദരന്മാരെ, അള്ളാഹു നമ്മൾ ആഗ്രഹിച്ച വല്ലതും നമ്മിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇദാ അഹബ്ബക അല്ലാഹ് ഫലൻ യുഹിബ്ബുക അഹദുൻ അക്സർ മിൻ. നീ അറിയണം, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനേക്കാൾ അധികം നിന്നെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല കേട്ടോ. വഇദാ അഅതാക ഫലൻ യുഅതീക അഹദുൻ അതിയതൻ അക്രമ മിൻ. അള്ളാഹു നിനക്ക് തന്നാൽ അള്ളാഹുവിനേക്കാൾ മാന്യമായി തരാൻ മറ്റാരുമില്ല കേട്ടോ. വഇദാ ഗദിബ അലൈക ഫലൻ യുൻജീക അഹദുൻ മിൻ. അള്ളാഹു നിന്നെക്കുറിച്ച് കോപിച്ചാൽ ആ കോപത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ലട്ടോ. ഇതായിരിക്കണം നമ്മുടെ പോളിസി. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യത്തിൽ എന്തിനാണ് പ്രകൃതിയ ഈ ദുഃഖം എന്ന് പറയുന്നത്? എന്തിനാണ് ഈ പ്രകൃതിയ സന്തോഷമെന്ന് പറയുന്നത്? രണ്ട് ഇബാദത്തുകൾക്ക് വേണ്ടിയാണ്. നമുക്ക് ദുഃഖിച്ച് വിഷണ്ണനായി ഇരിക്കാനല്ല, തകർന്നു പോകാനല്ല, ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കാനല്ല ദുഃഖം. ദുഃഖം എന്തിനാണെന്നറിയോ? സബ്ർ എന്ന ഇബാദത്തിന് വേണ്ടിയുള്ള, സബ്ർ എന്ന ഇബാദത്തിന് വേണ്ടി. വബശ്ശിരി സാബിരീൻ. പക്ഷെ നമ്മളതൊക്കെ മറന്നുപോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കുടയെടുക്കാൻ മറന്നതുപോലെയാണ് വിഷയം. സബ്ർ എന്ന ഇബാദത്ത്, വേദന വരുമ്പോൾ നമ്മൾ മറന്നുപോകുന്നു, രോഗം വരുമ്പോൾ നമ്മൾ മറന്നുപോകുന്നു, അല്ലേ? പ്രാരാബ്ധം വരുമ്പോൾ നമ്മൾ മറന്നുപോകുന്നു. ഒരു ജീവിതത്തിൽ നമ്മുടെ വീക്ഷണത്തിൽ പറഞ്ഞാൽ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ സബ്ർ മറന്നുപോകുന്നു. സത്യത്തിൽ സബ്ർ എന്ന ഇബാദത്തിന് പിന്നെ എവിടെയാ അവസരം? സന്തോഷമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ആർത്തട്ടഹസിക്കാനുള്ളതല്ല, അല്ല, അത് മറ്റൊരു ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്. ശുക്ർ എന്ന ഇബാദത്ത്.
ശുക്ർ എന്ന ഇബാദത്ത്, അതിനുള്ള അവസരമാണ് സന്തോഷം. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരിക്കലും വിചാരിച്ചു എനിക്കൊരു രോഗം വന്നാൽ, എനിക്കൊരു പ്രതിസന്ധി വന്നാൽ, എനിക്കൊരു പരീക്ഷണം വന്നാൽ, മഹാനായ നബി തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ. എന്തിനാണെന്നറിയോ? അഥവാ അള്ളാഹു ഒരടിമയെ സ്നേഹിച്ചാൽ അവനെ പരീക്ഷിച്ചു നോക്കും. അവന്റെ ഡിഗ്രി അറിയണ്ടേ, അവന്റെ ഗ്രേഡ് അറിയണ്ടേ, അവന്റെ ക്വാളിറ്റി അറിയണ്ടേ. എന്നിട്ട് തിരുമേനി പറഞ്ഞു, ലിയസ്മഅ തദർറുഅഹു, വിനയത്തോടുകൂടിയുള്ള, സബറോടുകൂടിയുള്ള അവന്റെ റിക്വസ്റ്റുകൾ അള്ളാഹുവിന് കേൾക്കണം. മറന്നുപോകുന്നത് അവിടെയാണ്. അതാണ് സബർ. സബർ സഹിക്കലല്ല. അങ്ങനെ ആരെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു നമ്മളെ. സബർ എന്ന് പറഞ്ഞാൽ സഹനമാണ്. അല്ല, ഒരിക്കലുമല്ല. സഹിക്കേണ്ടവരല്ല നാം. നമ്മളാരും സഹിക്കേണ്ടവരല്ല. സഹിക്കുക എന്ന വാക്കുപോലും നമുക്ക് പാടില്ല. നമ്മൾ സബർ കാണിക്കേണ്ടവർ. അതൊരു ഇബാദത്താണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു ദുഃഖം തന്നത്, സങ്കടം തന്നത്, ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ തന്നത്. അത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം സഹോദരന്മാരെ. അള്ളാഹുവിന് ആവശ്യം എന്താ? ലിയസ്മഅ തദർറുഅഹു, അള്ളാഹുവിന് വിനയത്തോടുകൂടിയുള്ള ചോദ്യം കേൾക്കണം. അതിനാണ് സാങ്കേതികമായി ഇസ്ലാമിൽ ദുആ എന്ന് പറയുന്നത്. ദുആ യഥാർത്ഥത്തിൽ പിറക്കുന്നത് അവിടെയാണ്, ദുആ ജനിക്കുന്നത് അവിടെയാണ്. അത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാം സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ കഥയുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഉഫവ്വിദു അംരി ഇലല്ലാഹ്. ഒരുപാട് കാലം ദുഃഖിച്ചു അദ്ദേഹം, സങ്കടപ്പെട്ടു. അവസാനം എത്തിയ ഒരു പോയിന്റ് അതായിരുന്നു. നമ്മൾ എത്തേണ്ടത് അവിടേക്കാണ്. അതിനാണ് ആ ചരിത്രം. ഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ ഈ കാര്യം, ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന കാര്യം, എന്റെ 2 മക്കളെയും നഷ്ടപ്പെട്ടു. ഞാൻ ഏറെ സ്നേഹിച്ച 2 മക്കൾ, ഈ ഒരവസ്ഥ എനിക്ക് വന്നു. പക്ഷേ മക്കളെ അദ്ദേഹം പഠിപ്പിച്ചു, വലാ തയഅസു, നിങ്ങൾക്ക് നിരാശ പാടില്ല. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹു നൽകാനിരിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് നിരാശരാവുക കുഫർ വന്ന സമൂഹം മാത്രമായിരിക്കും. അദ്ദേഹത്തിന് നിരാശ വന്നില്ലെന്ന് മാത്രമല്ല, അതാണ് എന്തിനാ സങ്കടം എന്നറിയേണ്ടത് നമ്മൾ. നിരാശ വന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, വഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാനിതാ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. തഫ്വീദ്, തവക്കുലിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ഒരു ഇബാദത്താണ് തഫ്വീദ് എന്ന് പറയുന്നത്. തഫ്വീദ്, അതാണ് ഉഫവ്വിദു അംരി ഇലല്ലാഹ്. അള്ളാഹുവിനറിഞ്ഞാൽ നമുക്കും കിട്ടുമത്. കാരണം നമുക്കറിയാം, നമ്മളല്ല ഈ ഭൂമി കറക്കുന്നത്, നമ്മളല്ല സൂര്യൻ ഉദിപ്പിക്കുന്നത്, നമ്മളല്ല സൂര്യൻ അസ്തമിപ്പിക്കുന്നത്. ടെക്നോളജി എത്ര വികസിച്ചാലും പറ്റില്ല മനുഷ്യന് ഒരു സെക്കൻഡ് പോലും ഭൂമിയുടെ കറക്കത്തെ ഒന്ന് വൈകിപ്പിക്കാൻ, പിടിച്ചു വെക്കാൻ. നോ, പറ്റില്ല. ഇതറിഞ്ഞേ തീരൂ നമ്മൾ. അതൊക്കെ തിരിക്കുന്ന ഒരുത്തനുണ്ട്, അവനിലേക്ക് നമ്മുടെ കാര്യം ഏൽപ്പിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതാണ് ആ ഒരു വിളി കേൾക്കണം. സക്കരിയ അലൈഹിസ്സലാം വിളിച്ച ഒരു വിളിയുണ്ട്. സക്കരിയ അലൈഹിസ്സലാമിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഒരു ചാൻസും ഇല്ല മക്കളുണ്ടാകാൻ, ഒരു ചാൻസും ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ചാൻസ് ഉണ്ട് മക്കളുണ്ടാകാൻ. നല്ല യുവതിയാണ് എന്റെ ഭാര്യ, എനിക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് ജീവിതത്തിൽ കുട്ടികളുണ്ടാകാനുള്ള എല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഘട്ടം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ തല നരച്ചു.
ശരീരമൊക്കെ ദുർബലമായി, എല്ലൊക്കെ നുരുമ്പാൻ തുടങ്ങി. ആ സമയത്താണ് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. റബ്ബേ, എനിക്കൊരു നല്ല സന്താനത്തെ തരണം, നീ ദുആ നന്നായി കേൾക്കുന്നവനാണല്ലോ. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന് ഇഷ്ടം അതാണ്. അതുവരെ കൊടുത്തില്ല. ആരാ സക്കരിയ അലൈഹിസ്സലാം? കൊടുത്തില്ല. ഈ ഒരു ശബ്ദം കേട്ടു, ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ. ഈ വിളി കേട്ട ഉടനെ അദ്ദേഹത്തെ മലക്കുകൾ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം മെഹ്റാബിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ. മകനെ മാത്രമല്ല കൊടുത്തത്, മകന്റെ പേരും കൊടുത്തു. ബിയഹ്യാ, അല്ലാഹു നിനക്ക് യഹ്യായെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. നമ്മളറിയണം, നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിലാണ് നമ്മുടെ തവക്കുൽ. അത് മാറി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അവിടേക്ക് എത്തണം. അതാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് സമാധാനമുണ്ടാവുക, അവിടെയാണ് നമുക്ക് സന്തോഷമുണ്ടാവുക. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്ന ഒരു വനിതയായിരുന്നു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അല്ലിംനി കലിമാത്ത് അദ്ഉ ബിഹിൻ. നോക്കൂ ആ ഒരു അവസ്ഥ. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ദുആ ചെയ്യാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാമോ? നിങ്ങൾ ആലോചിച്ചു, എന്റെ ആ ഒരു തോന്നലാണ് നമ്മുടെ ഉള്ളിൽ സത്യത്തിൽ ഈ സങ്കടങ്ങളും, അതിനാണ് സങ്കടവും ദുഃഖവും ഒക്കെ. അതാണ് സബ്ർ. എന്നിട്ട് കാത്തുനിൽക്കലാണ് സബ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തുസബ്ബിഹീനല്ലാഹ അസ്സ വജല്ല 10. നീ അള്ളാഹുവിനെ 10 പ്രാവശ്യം തസ്ബീഹ് ചെയ്യുക, പരിശുദ്ധിപ്പെടുത്തുക, സുബ്ഹാനല്ലാഹ് പറയുക. വതഹ്മിദീനഹു 10, 10 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയുക. വതുകബ്ബിരീനഹു 10, 10 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. സുമ്മ സലി ഹജതക്, എന്നിട്ട് നിന്റെ ആവശ്യം ചോദിക്കുക. ഫഇന്നഹു യഖൂൽ, അങ്ങനെ നീ ചോദിച്ചാൽ അള്ളാഹു പറയും, ഖദ് ഫഅൽത, ഖദ് ഫഅൽത, അതെ ഞാനത് ചെയ്തിരിക്കുന്നു, ഞാൻ എന്റെ ആവശ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊരു മായാജാലമല്ല. ഇത് അള്ളാഹു നമ്മെ സബർ കിട്ടുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നമുക്ക് നൽകുന്ന സമ്മാനത്തിന്റെ പേരാണ്. ഏത് സാഹചര്യത്തിലും നമുക്ക് ഇങ്ങനെ ആകാൻ സാധിക്കണം. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ കർമ്മങ്ങളിലെയും നന്മ എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ വൃത്തിയാണ്, വിശുദ്ധിയാണ്, ശക്തിയാണ്, കരുത്താണ്. അതാണ് ഈമാൻ. അല്ലാതെ അതിന്റെ പൊടിപ്പും തൊങ്ങലും അല്ല, അതിന്റെ ഷർത്തും ഫർളുമല്ല. ആ സമയത്തുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ? നോക്കൂ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അതാണ്. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ നന്മ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തിന്മകൾ എങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അതാണ് ഈമാൻ. എല്ലാ അനുകൂല സാഹചര്യങ്ങളുണ്ട് തിന്മ ചെയ്യാൻ. നമ്മളുടെ വീട്ടിനടുത്ത് പള്ളിയുണ്ട്, ബാങ്ക് കേൾക്കും, എല്ലാവരും നിസ്കരിക്കണം ഒക്കെ. അപ്പോൾ അനുകൂല സാഹചര്യങ്ങൾ ഒരുപാട് നന്മ നമ്മൾ ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷെ അതിനേക്കാൾ നാം നമ്മെ പരിശോധിക്കേണ്ടത് സബ്ർ അവിടെയാണ്. അതാണ് സബ്ർ എന്ന ഇബാദത്ത്. പരിശോധിക്കേണ്ടത് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ട് തിന്മകൾ ചെയ്യാതെ മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. അവിടെയാണ് നാം നമ്മെ പരിശോധിക്കേണ്ടത്. സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നല്ല സമൂഹത്തിന്റെ കൂടെ ഒഴുക്കിനൊപ്പം ഒഴുകാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ഒരു മോശം സാഹചര്യത്തിൽ പെട്ടിട്ടും വാടാതെ
തളരാതെ മുമ്പോട്ട് പോകണമെങ്കിൽ നല്ല ഉൾഫലമുണ്ടാകണം. ആ ഉൾഫലമാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. നല്ല നേരെയുള്ള വഴി അറിയുന്നവനും ആ വഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചവനും മറ്റു വഴികളൊന്നും ഒരു പ്രലോഭനമാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള ഒരു മാറ്റമാണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യം. അവിടെയാണ് നമ്മളൊക്കെ നമ്മളെ ഒന്ന് പരിശോധിക്കേണ്ടത്. തെറ്റിലകപ്പെടാതെ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതാണ് സബ്ർ. അതാണ് സബ്ർ എന്ന ഇബാദത്ത്. അതിനാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും. അല്ലാഹു തആല നല്ല മനുഷ്യരാകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കരുത്ത് ഈമാനാണ്. ആ ഈമാനുള്ളത് നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണാറില്ലേ, പടുവൃദ്ധരായ മനുഷ്യര്, നടക്കാനും കഴിയാത്ത ചലിക്കാനും കഴിയാത്ത വൃദ്ധന്മാരായ മനുഷ്യന്മാര് നട്ടുച്ച നേരത്ത് ദാഹവും ക്ഷീണവും ഒക്കെ അവർക്കുണ്ടാവും. അവർ നോമ്പ് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാവിലെ കുത്തിപ്പിടിച്ചെഴുന്നേറ്റ് ഫജ്ർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നവർ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? തിരിച്ചപ്പുറം ചിന്തിച്ചു നോക്കൂ. അന്ന് രാത്രിയിൽ ജിമ്മിലൊക്കെ പോയി നല്ല ആരോഗ്യമുണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനിവിടെ പതറിപ്പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? അവന് ഫജ്റിലേക്ക് എത്തുന്നില്ല, അവന് മറ്റു ഇബാദത്തുകളിലേക്കൊന്നും എത്തുന്നില്ല. എന്തുകൊണ്ടാണ്? സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ കുറച്ചാളുകളുണ്ട്, അവരുടെ ഈമാൻ എന്ന് പറയുന്നത് അസ്ബത്തു ഫീ ഖുലൂബിഹിം മിനൽ ജിബാലി റവാസി, ഭൂമിയെ പിടിച്ചു നിർത്തുന്ന ശക്തിയുള്ള പർവ്വതങ്ങളെക്കാൾ കരുത്തുള്ളതാണ് അവരുടെ ഈമാൻ. നമ്മളറിയണം, നോക്കൂ, അല്ലാഹു നമ്മൾ ആരാകണം എന്ന് പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബൂ, പിന്നീട് അവർക്ക് അതിലൊട്ടും സംശയമില്ലാതിരിക്കുകയും ചെയ്യണം. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ടി വരരുത്, പതറിപ്പോകരുത്. ഇവിടെ നമ്മൾ പതറുന്ന കാഴ്ച കാണുകയാണ്. മാത്രമല്ല, അവരെ സമ്പത്ത് കൊണ്ടും അവരുടെ സ്വന്തം ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും. അതൊരു കരുത്താണ്, സബറിൽ നിന്ന് കിട്ടുന്ന കരുത്താണ്. സബറില്ലെങ്കിൽ ജിഹാദ് ചെയ്യാൻ പറ്റൂല. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. എന്നിട്ട് എന്താ അവസാനത്തെ വാക്ക്? ഉലൈക ഹുമുസ് സാദിഖൂൻ. അവർ മാത്രമാണ് സാദിഖുകൾ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സാദിഖാണോ? നമ്മൾ സത്യസന്ധനാണോ? റബ്ബിന്റെ മുമ്പിൽ വിജയിക്കുന്ന സത്യസന്ധനാണോ? നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഈമാൻ പർവ്വതങ്ങളെ പോലെയാകണം. ഒരൊച്ചപ്പാടുകൾക്കും അതിനെ ഇളക്കാൻ കഴിയരുത്. ഒരു സ്കൂളുകൾക്കും നമ്മുടെ ഈമാനെ തകർക്കാൻ കഴിയരുത്. ഒരു സംസ്കാരത്തിനും തകർക്കാൻ കഴിയരുത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പലതും നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ മാത്രമല്ല, ശരീരത്തെ ഏതായാലും കീഴടക്കി. നമ്മുടെയൊക്കെ ശരീരത്തിൽ, നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ ശരീരത്തിലുള്ള പലതും നമ്മുടേതല്ല. നമ്മുടെ ഹൃദയത്തെ പോലും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ കീഴടക്കുന്നു. മോശമായ സംസ്കാരങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളെ കീഴടക്കുന്നു. ഭൗതികമായ താൽപര്യങ്ങൾ നമ്മുടെ പരലോക വിശ്വാസത്തെ പോലും അപകടപ്പെടുത്തുന്നു. ഈമാനാണ് എന്റെ കരുത്ത്, പരലോകമാണ് എന്റെ പ്രതീക്ഷ, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്ക് കഴിയാത്ത ഒരവസ്ഥയിലാണ് നാം. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ എന്തിനു വേണ്ടിയാ നഷ്ടപ്പെടുത്തിയത്?
നമ്മൾ പലതിനു വേണ്ടിയും നഷ്ടപ്പെട്ടു. പലതിനു വേണ്ടി നമ്മുടെ സ്വത്വത്തെ നാം നഷ്ടപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയ കാര്യം വന്നാൽ മതി ഈമാനിനെ ഒഴിവാക്കാൻ. നമ്മുടെ കരുത്ത് ചോർന്നു പോവുകയാണ്. അല്ലെങ്കിൽ കല്യാണം ഉണ്ടായാൽ മതി. നമ്മൾ ദീനിയായ പലതും മാറ്റിവെക്കൂലേ കല്യാണം ഉണ്ടായാൽ? എന്നിട്ട് നമ്മൾ എന്താ പറയാ, അത് കല്യാണല്ലേ, അത് മക്കളെ നിർബന്ധ. എവിടെയാ സംഭവിച്ചത്? എന്താ പറ്റിയത്? ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോ കച്ചവടങ്ങളിലും ജോലികളിലുമൊക്കെ അള്ളാഹു നിരോധിച്ച പലതും നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് പറയും അത് ജോലിയല്ലേ, കച്ചവടല്ലേ. ഈ കച്ചവടവും ജോലിയുമൊക്കെയാണോ നമുക്ക് റിസ്ക് നൽകുന്നത്? നമ്മൾ ആലോചിക്കണം സഹോദരൻ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ തട്ടമിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ മതേതരത്വത്തിനെതിരാണോ? ഏതെങ്കിലും സ്കൂളിന്റെ യൂണിഫോം സംസ്കാരത്തിനെതിരാണോ? അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ശക്തിയുള്ള യൂണിഫോം കോഡുള്ളത് പട്ടാളത്തിലാണ്. നിങ്ങൾക്കറിയോ, സിഖുകാരായ പട്ടാളക്കാർ അവരുടെ കെട്ടുകെട്ടിയ പട്ടാളത്തിൽ പോവുക. അത് കെട്ടുകെട്ടണമെന്നത് അവരുടെ മതത്തിന്റെ ഭാഗമാണ്. അത് അഴിച്ചുവെക്കാൻ അവർക്ക് പറ്റില്ല. എന്തേ ഈ സമുദായത്തിനത് തോന്നാതെ പോയത്? ആരാണ് നമ്മുടെ സ്വത്വത്തെ തകർത്തത്? ആരാണ് നമ്മെ നശിപ്പിച്ചു കളഞ്ഞത്? നമ്മൾ മനസ്സിലാക്കണം, എവിടെയോ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോ എന്താ നമ്മുടെ പ്രതീക്ഷ? അറിയാത്തതുകൊണ്ട് ചോദിക്കും, എന്താ നമ്മുടെ പ്രതീക്ഷ? നമ്മൾ പരിശോധിക്കണ്ടേ? എന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ട്, എന്റെ മകളുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് പരിശോധിക്കണ്ടേ? നമുക്ക് ബാധ്യതയില്ലേ അതിന്? രക്ഷിതാക്കൾക്ക് ബാധ്യതയില്ലേ? അവിടെ നമസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അവിടെയോ അതിന്റെ സമീപത്തോ ഉണ്ടോ? പരിശോധിക്കണ്ടേ? ഇതൊന്നും പരിശോധിക്കാതെ സിന്ദാബാദ് വിളിക്കുന്ന രക്ഷിതാക്കളാകേണ്ടവരല്ല നാം. നമ്മൾ നമ്മളെ പരിശോധിക്കണം. നമ്മളെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഏത് സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ ദീനുമൊക്കെ നമുക്ക് അന്തസ്സ് നൽകുമെന്ന വിചാരം നമുക്കുണ്ടാകണം. അല ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മിത്രങ്ങൾ അറിയണം, അവർ ദുഃഖിക്കേണ്ടവരല്ല, അവർ ഭയപ്പെടേണ്ടവരല്ല. അല്ലാഹുവിന്റെ മിത്രം എന്നതിൽ നിന്ന് നാം താഴേക്ക് പോകുന്നു എന്നതാണ് നമ്മുടെ ദുര്യോഗത്തിന്റെ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മാറണം. എവിടെയോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് വൈറസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ വൈറസുകളെ തടുക്കാൻ നമുക്കാവണം. അള്ളാഹു അതിനുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളും പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഏറ്റവും പെട്ടെന്ന് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മോട് വിട പറഞ്ഞ സഹോദരി, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട സഹോദരി അടക്കമുള്ള എല്ലാ മരിച്ചുപോയവർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കുമൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഫിർദൗസുൽ അലയിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള അവസരം അള്ളാഹു ഞങ്ങൾക്ക് നീ കനിഞ്ഞരുളണമേ.